ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അതിലെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അതായത് 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, ടുവാർഡ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അതിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളുടേത്. നമ്മൾ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടുവാർഡ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടുവാർഡ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ചാപ്റ്റർ 8. നമ്മളിവിടെ ഈ ക്ലാസ് തുടങ്ങുന്നത് പെരുമാൾസ് ഓഫ് മഹോദയപുരം എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് സംഘം ഏജ് അവസാനിക്കുന്നതിലാണ് കേട്ടോ. അപ്പോൾ സംഘം ഏജ് കഴിഞ്ഞു, പെരുമാൾസ് ഓഫ് മഹോദയപുരം, അതായത് ചേര രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തി ചേരന്മാർക്ക് ശേഷം ലേറ്റർ ചേരാസ് എന്ന പേരോടുകൂടി പെരുമാൾമാരുടെ ഭരണം തുടങ്ങുകയാണ്. In the 9th century CE, Perumal rule was established with its center at Mahodaypuram. മക്കോട്ടെ, മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾമാരുടെ ഭരണം എക്സ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് കേട്ടോ മഹോദയപുരം. അതുപോലെ ദ പെരുമാൾസ് കെയിം ടു ബി നോൺ എസ് ലേറ്റർ ചേരാസ്. പെരുമാൾമാരാണ് ലേറ്റർ ചേരാസ് എന്നറിയപ്പെട്ടത്. ദ കിങ്സ് ഹിയർ അഡോപ്റ്റഡ് ടൈറ്റിൽ സജസ് പെരുമാൾ, ചേരമാൻ ആൻഡ് കുലശേഖര. അപ്പോൾ ഈ പറയുന്ന മഹോദയപുരം കേന്ദ്രമാക്കി വന്ന പെരുമാൾമാരുണ്ടല്ലോ, അവർ അഡോപ്റ്റ് ചെയ്ത ടൈറ്റിൽസ് ആണ് പെരുമാൾ, ചേരമാൻ, കുലശേഖര. ഓക്കെ. പിന്നെ അതുപോലെ മഹോദയപുരത്ത് ഈ പെരുമാൾമാരുടെ ഭരണം ഉണ്ടായിരുന്നത് 9th സെഞ്ചുറി മുതൽ 12th സെഞ്ചുറിയുടെ തുടക്കം വരെയാണ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാ ചോദിച്ചാൽ രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോദ, ഭാസ്കര രവി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് നാഡൂസ്. പെരുമാൾമാരുടെ ഭരണകാലത്ത് അവരുടെ കിങ്ഡത്തിനെ അവർ നാടുകളായി വിഭജിച്ചു. നാഡൂസിനെ വീണ്ടും വിഭജിച്ചു ദേശങ്ങളായിട്ട്. ദേശത്തിനെ വീണ്ടും വിഭജിച്ചു കാരാസ് ആയിട്ട്. നാഡൂസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് നാടുകൾ ഭരിച്ചത് നാടുവാഴീസും ദേശം ഭരിച്ചത് ദേശവാഴീസും. ദേശവാഴീസ് റൂൾഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദേശക്കൂട്ടംസ് വിച്ച് ആർ പോപ്പുലർ ഇൻ ദെയർ നേച്ചർ. പഞ്ചായത്ത് റൂൾഡ് കാരാസ് ആണ് പഞ്ചായത്തുകളിൽ ഭരണം നടത്തിയത്. ഓക്കെ. എല്ലാത്തിൻ്റെയും ടോപ്പിൽ ആരുണ്ടാവും? പെരുമാൾ ഉണ്ടാവും കേട്ടോ. പെരുമാൾ കിങ്ഡം അധിപൻ പെരുമാളാണ്. നാഡൂസിൻ്റെ ഹെഡ് നാടുവാഴീസ്, ദേശം ദേശവാഴീസ്, പിന്നെ കാരാസ് ആണ് പഞ്ചായത്തിൽ ഭരണം. ഓക്കെ. ഇനി അന്നത്തെ അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു നോക്കാം. ദർ വാസ് എ സ്ട്രോങ് എക്കണോമിക് ഫൗണ്ടേഷൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് പെരുമാൾസ്. എലോങ് വിത്ത് അഗ്രികൾച്ചർ, ട്രേഡ് ഓൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, കച്ചവടങ്ങളും ഉണ്ടായിരുന്നു. സ്പൈസ് ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് ദ കസ്റ്റം ഡ്യൂട്ടീസ് കളക്റ്റഡ് ത്രൂ പോർട്സ് റിസൾട്ടഡ് ഇൻ ദ എക്കണോമിക് ചേഞ്ചസ് ഇൻ ദ പെരുമാൾ കിങ്ഡം. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ട്രേഡ് ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുമായിട്ട്. പിന്നെ തുറമുഖങ്ങളിൽ അവർ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടോ? കയറ്റുമതി ഇറക്കുമതിക്കൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു. പിന്നെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ കച്ചവട ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വലഞ്ചിയർ ആൻഡ് നാനാദേശികൾ എന്ന് പറയാം. വിച്ച് വർ പ്രിവാലന്റ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം, ഹെൽപ്ഡ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദിസ് റീജിയൻ. നെക്സ്റ്റ് കൾച്ചറൽ ലൈഫാണ്. കൾച്ചറൽ ലൈഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദർ വർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ കൾച്ചറൽ സ്ഫിയർ ആസ് വെൽ. അപ്പോൾ കൾച്ചറൽ ലൈഫ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ടെമ്പിൾസ് എമർജ്ഡ് ആസ് ദ കോർ ഓഫ് കൾച്ചറൽ ലൈഫ് ആസ് ദേ വർ ദ സെൻറ്റേഴ്സ് ഓഫ് അഗ്രേറിയൻ വില്ലേജസ്. അപ്പോൾ ടെമ്പിൾസ് എമർജ്ഡ് ആസ് ദ കോർ, കൾച്ചറൽ ലൈഫിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ബർത്ത് അവർ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കൃഷിപ്പണിക്കാരനാണ്, ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ ആ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടി പിന്നെ എന്ത് തന്നെ കണ്ടിന്യൂ ചെയ്യും? കൃഷി തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ബൈ ബർത്ത് ഓക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാം പോയിക്കൊണ്ടിരുന്നത്, കാസ്റ്റൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പെയിൻറ്റിങ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ഡാൻസ് ആൻഡ് മ്യൂസിക്, ഇതെല്ലാം ടെമ്പിൾസിന് ചുറ്റും ഫ്ലറിഷ് ചെയ്തു. പിന്നെ റിച്വലിസ്റ്റിക് ആർട്സ് ആയ കൂത്തും കൂടിയാട്ടവും എല്ലാം ഈ ഒരു പീരീഡിലാണ് ഡെവലപ്പായത്. കൂത്തും കൂടിയാട്ടത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്കുള്ളത് 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായി. 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി പെരുമാൾസിൻ്റെ ഭരണം തകർന്നു, ഡിസിൻറ്റഗ്രേറ്റ് ആയി. അങ്ങനെ എന്താ കാരണം വെച്ചാൽ ദിസ് എ പൊളിറ്റിക്കൽ യൂണിറ്റി ഓഫ് ദ റീജിയൻ അണ്ടർ ദ റൂൾ വാസ് ലോസ്റ്റ്. ഇവരുടെ അണ്ടറിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ യൂണിറ്റി, രാഷ്ട്രീയപരമായിട്ടുണ്ടായിരുന്ന ഇവരുടെ യൂണിറ്റി എല്ലാം നശിച്ചു. അങ്ങനെ പെരുമാൾസ് ഡിസിൻറ്റഗ്രേറ്റ് ആയി. അങ്ങനെ നാടുകൾ, മെനി നാഡൂസ് ദാറ്റ് വർ പാർട്ട് ഓഫ് ദ പെരുമാൾ കിങ്ഡം ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. പെരുമാൾ രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന നാടുകളെല്ലാം സ്വതന്ത്രമായി, ഇൻഡിപെൻഡൻ്റ് ആയി മാറി.
പിന്നീട് നാടുവാഴി സ്വരൂപംസ് ഫോം ചെയ്തു. നാഡൂസ് ദാറ്റ് വർ ദ പാർട്ട് ഓഫ് പെരുമാൾ കിങ്ഡം ലേറ്റർ കെയിം ടു ബി നോൺ എസ് നാടുവാഴി സ്വരൂപംസ്. ആ നാടുകൾ നാടുവാഴി സ്വരൂപങ്ങളായി. ആരുടെ കൺട്രോളിൽ? നാടുവാഴീസിന്റെ കൺട്രോളിൽ. സ്വരൂപംസ് വർ സെൽഫ് ഗവേണിംഗ് റീജിയൻ ദാറ്റ് എക്സിസ്റ്റഡ് ബേസ്ഡ് ഓൺ മരുമക്കത്തായം സിസ്റ്റം. അപ്പോൾ സ്വരൂപം മരുമക്കത്തായം സിസ്റ്റമാണ് ഫോളോ ചെയ്ത് വന്നത്. അതായത് അച്ഛന് ശേഷം മക്കൾക്ക് തന്നെയാണ് അവകാശം വരിക. പക്ഷേ ജോയിന്റ് ഫാമിലീസ്, കൂട്ടുകുടുംബങ്ങളിലെല്ലാം മരുമക്കത്തായമാണ് ഫോളോ ചെയ്തത് കേട്ടോ. അത് രണ്ടും ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മരുമക്കത്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ശേഷം മകനല്ല, അച്ഛനൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, അച്ഛനൊരു പെങ്ങളുണ്ടെങ്കിൽ അവരുടെ മകനായിരിക്കും പിന്നീട് ആ ഒരു അവകാശം ലഭിക്കുക കേട്ടോ. അതാണ് മക്കത്തായവും മരുമക്കത്തായവും തമ്മിലുള്ള വ്യത്യാസം. ദ ഇമ്പോർട്ടൻറ്റ് നാടുവഴി സ്വരൂപംസ്, അന്നുണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് നാടുവഴി സ്വരൂപംസ് ആണ് കോലത്തുനാട് കണ്ണൂർ, ദെൻ നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി ആൻഡ് തൃപ്പാപ്പൂർ വേണാട്. ഇതെല്ലാമാണ് നാടുവഴി സ്വരൂപംസ്. ആൻഡ് വിത്ത് ദി എക്സ്പാൻഷൻ ഓഫ് നാടുവഴി റൂൾ ദി ജന്മി സിസ്റ്റം ബിക്കം വൈഡ് സ്പ്രെഡ്. അപ്പോൾ ഈ നാടുവഴി സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തതോടുകൂടി ജന്മി സിസ്റ്റവും കൂടുതലായി സ്പ്രെഡായി. ജന്മി system was the system that controlled with the socio-economic and political spheres in medieval Kerala. The rise of Naduvazhi Swarubams was the result of expansion of the Janmi system. Naduvazhi Swarubam വളർന്നതോടു കൂടി അതിന്റെ ഫലം എന്തായിരുന്നു? ജന്മി സിസ്റ്റത്തിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പണ്ടത്തെ കേരളമാണ്. കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ ഇങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്, സ്വരൂപംസ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന ജില്ലകളിലേക്കൊക്കെ ഇത് മാറുന്നത് കേട്ടോ. നെക്സ്റ്റ്, ആ സ്വരൂപത്തിന്റെ പേരുകളൊന്ന് മെൻഷൻ ചെയ്യാം. കോലത്തുനാട് സ്വരൂപം കണ്ണൂരാണ്, നെടിയിരുപ്പ് സ്വരൂപം ഇന്നത്തെ കോഴിക്കോട്, പെരുമ്പടപ്പ് സ്വരൂപം ഇന്നത്തെ കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം ഇന്നത്തെ വേണാടാണ്. അപ്പോൾ കോലത്തുനാട് സ്വരൂപത്തിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് കേന്ദ്രം, അവിടെ ഭരിച്ചിരുന്നത് കോലത്തിരി. നെടിയിരുപ്പ് സ്വരൂപമാണെങ്കിൽ കോഴിക്കോടാണ് സെന്റർ, റൂൾ ചെയ്ത ആളെ സാമൂതിരി അല്ലെങ്കിൽ സമൂറിൻ എന്ന് പറയും. ദ ഫെയിം ഓഫ് സമൂതിരി റേസ്ഡ് ആഫ്റ്റർ ഹി ഹാഡ് ബിക്കം ദ പ്രൊട്ടക്ടർ ഓഫ് ദ മാമാങ്കം ഫെസ്റ്റിവൽ. സാമൂതിരിയുടെ പേരും പ്രശസ്തിയും കൂടിയത് എപ്പോഴാണെന്നറിയോ? അദ്ദേഹം മാമാങ്കം നടക്കുമല്ലോ, 12 വർഷത്തിൽ ഒരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായിലെ ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടക്കുക. ഈ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം, അതൊരു പ്രൊട്ടക്ടർ സ്ഥാനമുണ്ട്. ആ സ്ഥാനം സാമൂതിരി ഏറ്റെടുത്തതോട് കൂടിയിട്ടാണ് സാമൂതിരി ഇത്ര ഫേമസ് ആയത്. നെക്സ്റ്റ് വരുന്നത് പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് സ്വരൂപം ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് എ കൊച്ചി റോയൽ ഫാമിലി. പിന്നെ തൃപ്പാപ്പൂർ സ്വരൂപമാണ്. തൃപ്പാപ്പൂർ ഇന്നത്തെ വേണാടാണ്, സദേൺ പാർട്ട് ഓഫ് കേരള. ആ ട്രാവൻകൂർ ഭാഗമൊക്കെ വരും. ലേറ്റർ ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. അപ്പോൾ ഈ തൃപ്പാപ്പൂർ സ്വരൂപമാണ് പിന്നെ തിരുവിതാംകൂർ രാജവംശം അല്ലെങ്കിൽ ട്രാവൻകൂർ എന്ന നാട്ടുരാജ്യമായിട്ട് മാറുന്നത്. വേണാട് ഡെവലപ്ഡ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ വേണാട് പിന്നീട് തിരുവിതാംകൂറായി മാറി, ട്രാവൻകൂറായി മാറി. ആരുടെ കൺട്രോളിൽ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം വന്നപ്പോൾ കേട്ടോ. ഇദ്ദേഹം ട്രാവൻകൂർ ഭരിച്ചതാണ്. അതേപോലെ കൊച്ചി എന്ന നാട്ടുരാജ്യത്ത് ശക്തൻ തമ്പുരാനാണ് കേട്ടോ. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി കിങ്ഡമായി മാറ്റി അദ്ദേഹം. ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും എന്തൊക്കെ ചെയ്തു എന്നൊന്ന് നോക്കാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാടമ്പീസിനെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തി. പിന്നെ അതുപോലെ തന്നെ മെഷേർഡ് ആൻഡ് സർവേഡ് ദ ലാൻഡ് ഇൻ ദ കിങ്ഡം. അവരുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന ലാൻഡ് ഭൂ സർവേ അത് നടത്തി. പെർഫോംഡ് തൃപ്പടിദാനം നടത്തി. തൃപ്പടിദാനം എന്താണെന്ന് പറയാം. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അടിച്ചമർത്തി, കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരം സ്റ്റാർട്ട് ചെയ്തത് ശക്തൻ തമ്പുരാനാണ്. അടുത്തത് തൃപ്പടിദാനം പറഞ്ഞു തരാം. തൃപ്പടിദാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ട്രാവൻകൂർ എന്ന് പറയുന്ന ആ മൊത്തം നാട്ടുരാജ്യവും ഈ പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടേതായിരുന്നു. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുടുംബ ക്ഷേത്രം അല്ലെങ്കിൽ അവരുടെ ഒരു മൂർത്തിയായിരുന്നു ശ്രീ പത്മനാഭൻ, നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂർത്തി. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ഈ നാടും അവരുടെ സർവ്വ സ്വത്തുക്കളും സമ്പത്തും ആ ഒരു ഭഗവാന്റെ മുന്നിൽ അവർ തൃപ്പടിദാനം നടത്തി, സമർപ്പിച്ചു. ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുക. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ വായിക്കാം. ഓൺ January 3, 1750 1750 ജാനുവരി 3 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെർഫോംഡ് തൃപ്പടിദാനം. ഇദ്ദേഹമാണ് തൃപ്പടിദാനം നടത്തിയത്. ഇദ്ദേഹത്തിന്റെ ആയുധങ്ങൾ, അത് അദ്ദേഹത്തെ അതോറിറ്റിയുടെ ഒരു സിമ്പിളാണ് അദ്ദേഹത്തിന്റെ വാള്, സ്വാഡ് കേട്ടോ. അത് ശ്രീ പത്മനാഭ സ്വാമി ടു ശ്രീ പത്മനാഭ, അത് ഫാമിലി ഡയറ്റ് ഓഫ് ട്രാവൻകൂർ. അവരുടെ കുടുംബ ദൈവമായിരുന്നു എന്ത്?
ശ്രീ പത്മനാഭസ്വാമി എന്ന് പറയുന്നത്. എന്നിട്ട് അതെല്ലാം സമർപ്പിച്ച് ഇനി മുതൽ ഞങ്ങൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു. അതാണ് ആൻഡ് ബിക്കേം പത്മനാഭദാസ, സെർവൻറ്റ് ഓഫ് ലോർഡ് പത്മനാഭ, ഭഗവാന്റെ ദാസന്മാർ. ആൻഡ് ദിസ് ഇസ് നോൺ എസ് തൃപ്പടിദാനം, ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുക. ആൻഡ് ദിസ് വാസ് പാർട്ട് ഓഫ് ദ ചേഞ്ചസ് മാർത്താണ്ഡവർമ്മ ബ്രോട്ട് അബൌട്ട് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാവൻകൂർ ടു കൗണ്ടർ ദ എക്സസീവ് ത്രെഡ് ഫ്രം ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്തതിന് ഇതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ അവിടെ ഉണ്ടായിരുന്ന ഭൂവുടമകളൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുമായിരുന്നു. അവരൊരു എന്താ പറയുക, ത്രെട്ടായിട്ട് ഒരു ഭീഷണിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി അതെല്ലാം അദ്ദേഹം അവസാനിപ്പിച്ചു. കേരള, once part of the ancient തമിഴകം, emerged as a distinct political region under the rule of പെരുമാൾസ്. അപ്പോൾ ആൻഷ്യൻ തമിഴകം പിന്നീട് എന്തായി മാറി? പെരുമാൾസിൻ്റെ ഭരണത്തിൽ വേറൊരു രീതിയിലേക്ക് മാറി. പിന്നീട് പെരുമാൾ ഭരണം ഡിസിൻറ്റഗ്രേറ്റ് ആയി. അതിനുശേഷം നാടുവഴി സ്വരൂപങ്ങൾ വന്നു, അല്ലെ? നാടുവഴി സ്വരൂപങ്ങൾ മാറി. പിന്നീട് എന്തായി? പ്രിൻസ്ലി സ്റ്റേറ്റുകൾ വന്നു. പ്രിൻസ്ലി സ്റ്റേറ്റുകൾ മാറി ഇന്ന് നമ്മുടെ മോഡേൺ സ്റ്റേറ്റ് ഓഫ് കേരളയിലെ എന്താണ് ഡിസ്ട്രിക്റ്റുകൾ, 14 ജില്ലകൾ ഉൾപ്പെടുന്ന കേരളമായിട്ട് മാറി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.